പ്രവർത്തകരെ ഇളക്കി മറിച്ച് നിലമ്പൂരിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. PV അൻവർ വഞ്ചിച്ചതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് കാരണമായതെന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചതിയിൽ LDFന് ആശങ്കയില്ല എന്നും ആത്മവിശ്വാസത്തോടെയാണ് മുന്നണി മുന്നോട്ട് പോകുന്നതുമെന്നാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് ആത്മവിശ്വാസം. സ്വരാജിന് മണ്ഡലത്തിൽ ക്ലീൻ ഇമേജാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനിടയിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത്. PS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. അൻവറിനെ കടന്നാക്രമിക്കുന്നു, സ്വരാജിനെ കുറിച്ച് കൃത്യമായി നിലമ്പൂരുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു, ക്ലീൻ ഇമേജ് ഉള്ളയാളാണെന്ന് അവതരിപ്പിക്കുന്നു. മാത്രമല്ല സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ കൂടി എണ്ണിപ്പറഞ്ഞ് തുടർ ഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മടങ്ങിയതല്ലേ? തീർച്ചയായും ഒരു മണിക്കൂറിൽ ചുരുക്കിയ പ്രസംഗം വളരെ സംക്ഷിപ്തമായി പറയേണ്ടതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വരാജ് എന്ന് പറയുന്ന ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥിയെ അദ്ദേഹം ആദ്യം പരിചയപ്പെടുത്തി. സഖാവ് കുഞ്ഞാലിയെ ഓർമ്മിച്ചു. അതുപോലെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ ഓർമ്മിപ്പിച്ചു. വാര്യംകുന്നത്തിനെ കൊന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആ ചതി വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലൊരു ചതിയാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ കാരണമെന്ന് PV അൻവറിനെ കുറിച്ച് പറയാതെ പറയുകയും ചെയ്തു മുഖ്യമന്ത്രി. അതോടൊപ്പം ഇടത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തിയത്. പ്രത്യേകിച്ച് വ്യാവസായിക സൗഹൃദ നഗരമായതിനെക്കുറിച്ച്, സംസ്ഥാനമായതിനെക്കുറിച്ച്, അതുപോലെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തെക്കുറിച്ച്, മതേതര പ്രതിച്ഛായയെക്കുറിച്ച്, ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ പേരിലുള്ള കലാപങ്ങളും കൊലപാതകങ്ങളും ഒന്നും കേരളത്തിൽ നടക്കാത്തത് വർഗീയതയെ പിടിച്ചുകെട്ടാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു.